നിലവിളക്ക് പൊതുപരിപാടിയിൽ കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവത്തിന്റെ കൽപ്പനകളെ സാംസ്കാരിക കേരളം അവഗണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ചില ടി.കെ. അഷ്റഫിനെ പോലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയ നേതാക്കളുടെയൊക്കെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഈ സാറ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിളക്ക് കൊളുത്തുന്നത് എന്തോ വലിയ മോശപ്പെട്ട കാര്യമാണോ? തീർച്ചയായിട്ടും. അത് ഇവരെയൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നതും യഥാർത്ഥത്തിൽ ഇങ്ങനെ വലിയ പ്രശ്നമുണ്ടാക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ബി.ജെ.പിയെയും പ്രോ സംഘപരിവാറിനെയും ഒക്കെ സംഘപരിവാറിനെയൊക്കെ വളർത്താൻ അത് വളരെയധികം സഹായിക്കും. അതാണ് ഈ അമ്പലക്കടവിൻ്റെയും അതുപോലെ മറ്റേ വള്ളക്കടവിൻ്റെയൊക്കെ ഉദ്ദേശം അതാണ്. ഇതിന് ഈ വിസ്ഡം വിസ്ഡം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ വേറെ ഏതെങ്കിലും പേരിടേണ്ടതാണ്. അവരിലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല. ഇപ്പോൾ സ്കൂളിൽ മറ്റേ യൂണിഫോം യൂണിഫോമിൻ്റെ ഏകീകരണം വന്നപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളാണ്. അതുപോലെ തന്നെ മറ്റേ എന്താണ് സാമ്പല്ലോ എന്ത് നിർത്തുകയാണ് സൂമ്പ കൊണ്ടുവരാൻ പോയപ്പോഴത്തേക്കും അതിൻ്റെ പുറകിൽ വലിയ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയവരാണ്. എന്നിട്ട് ഇവരെല്ലാം തന്നെ വലിയ ബുദ്ധിജീവികളായിട്ട് ഇവരറിയപ്പെടുകയാണ്. സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിളക്ക് കൊളുത്തിയതല്ലേ, അത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമല്ലോ. ഒന്നുമില്ലെങ്കിൽ ലൈറ്റല്ലേ, വെളിച്ചമല്ലേ, ഇരുട്ടല്ലല്ലോ. അപ്പോൾ അതങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തൊട്ടപ്പുറത്തുള്ള സംഘപരിവാർ ശക്തികളൊക്കെ വളർത്താനാണ് ഉപകരിക്കുക. കൂട്ടത്തിൽ ഇവരും കൂടി വളരും. അതിനുള്ള പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു നിലവിളക്ക് കൊളുത്തൽ ദീപാരാധനയുടെ ഭാഗമാണെന്നും അതിനാൽ കലർപ്പില്ലാത്ത ഏകദൈവ സങ്കല്പം പിന്തുടരുന്ന മുസ്ലിങ്ങൾക്ക് അതിന്റെ ഭാഗമാകാൻ കഴിയില്ലെന്നാണ് പൊതുവെ ഒരു പക്ഷത്തിന്റെ ഒരു നിലപാട്. അല്ല, ഇതിലെന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൗതം, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്ന വൃത്തികേടാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ 7 പേരുള്ള സംഘടനകളാണ് ഇവരൊക്കെ തന്നെ. ഇപ്പോൾ അതിലൊരാൾ സമസ്തയുടെ നേതാവാണ്, സമസ്തയിൽ ഒരുപാട് അംഗങ്ങളുള്ള നേതാവാണ്. പക്ഷെ സമസ്തയുടെ ഇപ്പം ജെഫ്രി മുത്തുക്കോയ തങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ ഒന്നും പറയാത്തൊരു കാര്യം ഇതുപോലെ മാധ്യമങ്ങളിൽ എടുത്തിട്ട് അങ്ങോട്ട് അലക്കരുത്. അതിലുള്ള ഏതെങ്കിലും ചെറിയ നേതാവെന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ പറയുന്ന കാര്യം ഇറക്കരുത്. അതുപോലെ ഈ വിസ്ഡം എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് ഏതാണ്, അവർക്ക് എത്രത്തോളം പിന്തുണ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ പറയാനായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില നാണം തോന്നിയിട്ടുള്ള എം.എൻ. കാരശ്ശേരി പോലുള്ള സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇപ്പം ഫാത്തിമ തെഹ്ലിയെ ഒപ്പം നിന്നുകൊണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. എം.എൻ. കാരശ്ശേരി ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഗുണമായി. കാരണം എന്താണെന്നറിയാം, ഇനി എം.എൻ. കാരശ്ശേരി പലപ്പോഴും ഇസ്ലാം വിരുദ്ധ നിലപാടുകളുള്ള ആളുകളാണെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എം.എൻ. കാരശ്ശേരി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഹമീദ് ചേന്നമംഗലൂരും അത്തരത്തിലുള്ള കുറേ ആളുകളും കൂടി ഇവരെ പിന്തുണക്കാൻ വന്നാൽ മറ്റേ പറഞ്ഞവരുടെ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രചരണം നടത്താം. ഇതൊക്കെ ഇസ്ലാം വിരുദ്ധമാണെന്ന് പ്രചരണം നടത്താം. ഒന്നാമത്തെ കാര്യം ഇത് എവിടെയാണ് കൊളുത്തിയേക്കണെന്ന് അറിയാം. ഒരു റെസ്റ്റോറന്റിലാണ് പരിപാടി, അത് എം.എൽ.എയുടെ മണ്ഡലമാണ്. അപ്പൊ ഇനി വല്ല അടുപ്പിന് തീ കൊളുത്താമോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതിനെന്തിനാണ് പ്രശ്നമാക്കുന്നത്? തെഹലിക്ക് പോലും പ്രശ്നമില്ല. അല്ല, അതിന്റെ പ്രശ്നമാക്കുന്നതിന്റെ പിന്നിലെ ഗുണം ഇതാണെന്നേ. ഗുണം ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഇസ്ലാം ഗ്രൂപ്പുകാർക്കും അതുപോലെ തന്നെ SDPIക്കാർക്കും പ്ലസ് BJPക്കാർക്കും ഗംഭീരമായിട്ട് വളരാം. ഇതിൽ ഏറ്റവും കൂടുതൽ വളരാൻ പോണത് BJP ആണ്. മനസ്സിലായി? തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും രാഷ്ട്രീയ സ്വീകാര്യതയ്ക്കുമായി ക്ഷേത്രങ്ങളിലും പള്ളികളിലും മറ്റു സമുദായങ്ങളുടെ പരിപാടികളിലും സാന്നിധ്യം അറിയിക്കാൻ മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ വലിയ ഇതിനായിട്ട് സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നാണ് ഈ ടി.കെ. അഷ്റഫിനെ പോലുള്ളവരൊക്കെ പറയുന്നത്. അല്ല, ടി.കെ. അഷ്റഫൊക്കെ പറയുന്നത് വൻ സമ്മർദ്ദത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വല്ല അറ്റാക്ക് വരെ വരുമെന്നാണ് ടി.കെ. അഷ്റഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മറ്റേ ചെയ്തില്ലെങ്കിൽ ഹിന്ദുക്കൾ വോട്ടിയില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളൊക്കെ ഏത് സ്ഥലത്താണ് ജീവിക്കണേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പൊന്നു ഗൗതം, ഇപ്പൊ സലാം എന്ന് പറയുന്ന ഒരു നേതാവ് അമ്പലപ്പുഴയിൽ നിന്നിട്ട് കൂളായിട്ട് ജയിക്കുന്നുണ്ടായില്ലേ? ഇപ്പൊ കഴിഞ്ഞോളം അദ്ദേഹം പരാജയപ്പെട്ടു. അത് പരാജയപ്പെട്ടതും അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടല്ല, പകരം ജി സുധാകരൻ ഓപ്പോസിറ്റ് വന്നുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിൽ നിരവധി ആളുകൾ പല സ്ഥലത്തു നിന്നും ജയിച്ചു പോകുന്നുണ്ടെന്ന് ജനം മുഴുവൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. ഒന്ന്. പിന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? പണ്ട് മറ്റേ P.K. അബ്ദുൾ റഹ്മാൻ ഇതുപോലെ നിലവിളക്ക് കൊളുത്താൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ മമ്മൂട്ടി തിരുത്തി. അല്ല, സത്യം പറഞ്ഞാൽ മമ്മൂട്ടീനെ ഇവര് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതാ പറഞ്ഞ മമ്മൂട്ടിയെ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയൊക്കെ ഇവിടെ മമ്മൂട്ടിയോടൊക്കെ നമുക്കുള്ള ആരാധന എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്കുള്ള ബഹുമാനം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിലാണ്. കാരണം മമ്മൂട്ടിയെ പോലുള്ള കുറെ ആളുകൾ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് പച്ചക്കങ്ങാട് എതിർക്കാൻ പറ്റാത്തത്.
ഇപ്പം നാളെ ഗൗതം അറിയേണ്ടത് ഇത് പിണറായി ആണ് വിമർശിച്ചെങ്കിൽ പോലും വലിയ വിമർശനം ഉണ്ടാവും, നാളെ വി ഡി സതീശൻ ആണെങ്കിലും വിമർശനം ഉണ്ടാവും. പക്ഷെ മമ്മൂട്ടി വിമർശിക്കുമ്പോഴത്തേക്കും മമ്മൂട്ടി അപ്പുറത്തെ ആളാണെന്നൊന്നും പറയാൻ പെട്ടെന്ന് പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ആളുകളുടെ സ്നേഹം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതൊക്കെ ഗൗതം അറിയേണ്ടത് ഇതൊന്നും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വെറുതെ സംഭവിക്കുന്നതെന്ന് ഗൗതം വിചാരിച്ചു വരുത്. ഇതൊക്കെ വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ്. ആ നീക്കങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇവിടെ ഹിന്ദു സമുദായത്തിന് വേണ്ടിയിട്ട്, മതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടിയും അതുപോലെ ഇസ്ലാം മതത്തിന് വേണ്ടി ഒരു പാർട്ടിയും ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിലേക്ക് കുറേ അധികാരം എത്തും, ചില്ലറ എത്തും എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി ഗൗതത്തിൻ്റെ അടുത്ത് പറയാം. ഈ കഴിഞ്ഞ തവണ സമസ്തയുടെ ഇതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയൊക്കെ തന്നെ ചില നേതാക്കന്മാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ട? ഒന്ന്, മറ്റേ തലയിൽ തട്ടമിടാത്തവരൊക്കെ മറ്റേ ഒരുമ്പെട്ടോളാണ്, മോശപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തി. ഇത് വെറുതെ കണ്ടുണ്ടാവുന്നതാണോ? ഇനി രണ്ടാമത് വേറൊരു പ്രസ്താവന ഞാൻ പറഞ്ഞുതരാം. ലയണൽ മെസ്സിയെയും അതുപോലെ തന്നെ നെയ്മറെയും ഒക്കെ ആരാധിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞ പ്രസ്താവന നടത്തി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് മുഹമ്മദ് റിയാസ് വീണയെ വിവാഹം കഴിച്ചത് ഒരു നേതാവ് എന്താ പറഞ്ഞത്? അതാ പറഞ്ഞു. അത് പിന്നെ ഓക്കെ, മുസ്ലിം ലീഗ് പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പറയാൻ തയ്യാറാകുന്ന ഒരാളുടെ മനസ്ഥിതി എന്താണ്, എന്നിട്ട് അത് കേട്ട് കൈയടിക്കുന്നവന്റെ മനസ്ഥിതി എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ആ മനസ്ഥിതികളിലേക്ക് കേരളം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിൽ സംശയമൊന്നുമില്ല. ഇനി ഗൗതം നോക്കിക്കോ, ഇത് കൂടും. അല്ല, ഇത്തരം അഭിപ്രായങ്ങളുള്ളവർ 1% ആണെന്നാണോ സാർ പറയുന്നത്? 1% കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. 1% ഉള്ളവരല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലീഗിലെ ചില അനുഭാവികൾ പോലും ഗ്രൂപ്പുകളിൽ അനുകൂലിക്കുന്ന ഒരു ലീഗ് പോലും വലിയ സമ്മർദ്ദത്തിലാതെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലീഗ് പോലും വലിയ സമ്മർദ്ദത്തിൽ ഒരു വിളക്ക് കൊടുക്കുന്നത് ഫാത്തിമ തഹ്ലിയ പറയുന്നത്, ഇതെന്റെ മതവിശ്വാസ പ്രകാരം എനിക്ക് ചേർന്ന ഒരു കാര്യമില്ല, ഞാൻ അങ്ങ് മാറി നിൽക്കുക. അങ്ങനെ മാറി നിന്നാ എന്താ കുഴപ്പം? ഏതാ അങ്ങനെ മാറി നിന്നാൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെ മാറി നിന്നാലും ഒരു രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ അങ്ങനെ മാറി നിന്നാൽ കുറച്ചുകൂടി ഗുണമുണ്ടായേനെ. കാരണം എന്താണ്? കണ്ട, നമ്മുടെ ഒരു വിളക്ക് പോലും കൊടുത്താൻ അവർ തയ്യാറല്ലെന്ന് പറഞ്ഞു വരുത്തിയാണ് ഇപ്പുറത്ത്. കാരണം ഇപ്പുറത്ത് സാറ് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇങ്ങനെയുള്ള നിലപാടുകൾ വരും ദിവസങ്ങളിൽ കൂടുമ്പോൾ ഒരു സംശയമില്ല, തീർച്ചയായിട്ടും BJP വളരെ അല്ല. ഇപ്പൊ ശശികലക്കും ശരിക്കും പറഞ്ഞാൽ മറ്റേ RV ബാബുവൊക്കെ ഡാൻസ് ആയിരിക്കും ഇപ്പോൾ അവിടെ. ശശികല ഇവരെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തു. ശശികല ഇവരെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സമ്മർദ്ദമുണ്ട്. നാളെ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ഇതുപോലെ വിളക്ക് കൊളുത്താൻ മടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പുറത്തുള്ളവർക്ക് പ്രശ്നമാവും. ഇനി അപ്പുറത്ത് കൊളുത്തിയാൽ ഇത് നമ്മുടെ ആളുകളല്ലെന്ന് പറയുന്ന പ്രചരണം ഇനി അവിടെ നടക്കും. പിന്നെ ഗൗതത്തിനോട് വളരെ ഓപ്പണായിട്ടൊരു കാര്യം പറയാം. രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് അടക്കം വലിയ സമ്മർദ്ദത്തിലാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ അകത്ത് പോലും ഈ പറയുന്ന അഭിപ്രായമുള്ളവരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ കർക്കശമായിട്ടുള്ള മതനിലപാടുകളിൽ നിന്ന് പലപ്പോഴും പിന്നോക്കം പോകുന്നുണ്ട്. അത്തരത്തിൽ പിന്നോക്കം പോകാൻ പാടില്ല എന്ന് പറയുന്ന വലിയ സമ്മർദ്ദം മുസ്ലിം ലീഗിനകത്ത് തന്നെയുണ്ട്. ഇനി മുസ്ലിം ലീഗിനകത്തുള്ള ഇപ്പോൾ ആശയപരമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ തന്നെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. അവരെയും കൂടി കൂട്ടിച്ചേർത്ത് നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഫാത്തിമ തഹ്ലിയക്കെതിരെ കഴിഞ്ഞ തവണ INL ഒരു നേതാവ് ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ് ആണെന്നാണ്. ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൗതം പറയേണ്ടത്, രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകൾക്ക് ജയിക്കാൻ 1% 2% 2% വോട്ടുകൾ പോലും ചില നിർണായകമാകുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ജയിക്കാൻ ഇവരുടെ കൂടി സഹായം വേണമെന്ന് വെച്ച് ഈ മുസ്ലിം കൺസോൾട്ടേഷൻ മൊത്തത്തിൽ ഇത്തവണ ഉണ്ടാകണം എന്ന് വെച്ച് കൂട്ടിപ്പിടിക്കാൻ ചില വിട്ടുവീഴ്ചകൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് അടക്കം തയ്യാറായിട്ടുണ്ട്. ആ തയ്യാറായതിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ കാണുന്നത്. സാർ, ഇത്തരം നിലപാടുകൾ പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് വീണ്ടും ഞാൻ LDFന്റെ ആ പ്രചരണത്തിൽ പറഞ്ഞ കാര്യം സത്യമല്ലേ എന്ന് തെളിയിക്കപ്പെടും. LDFന്റെ പ്രചരണത്തിൽ പറഞ്ഞാൽ സത്യമാണ്. ഞാനിവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. കൗമുലെ കുട്ടിയുടെ വോട്ട് നമ്മുടെ കുട്ടി, അത് സത്യമാവില്ല. ഇത്തരം പ്രചരണം സത്യമാണ്. ഞാനിവിടെ ഇത് പറഞ്ഞിട്ടില്ല. AK ബാലൻ പറഞ്ഞാലും സത്യമാണ്. എന്താ സംശയമുള്ളത്? AK ബാലൻ പറഞ്ഞാലും സത്യമാണ്. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, AK ബാലൻ അത് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ്. പക്ഷെ അപ്പം എല്ലാവരും കൂടി പറയരുത് അത് ഉടനെ തന്നെ മുസ്ലിം സമുദായത്തെ കുറിച്ചല്ല. AK ബാലനൊന്നും അങ്ങനെ സംസാരിച്ചിട്ടുമില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ ഇപ്പം ഈ മീഡിയ വണ്ണിൻ്റെ ഒക്കെ പ്രചരണം എന്തായിരുന്നു? രമേശ് ചെന്നിത്തലയൊക്കെ ഒരു വലിയ പ്രചരണമായിരുന്നു. പുള്ളി ആ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തത് ശരിയായില്ലെന്ന് തോന്നി. എന്തിനാണ് അവരങ്ങനെ പ്രചരണം നടത്തിയത്? എന്താ രമേശ് ചെന്നിത്തല ആഭ്യന്തരം ഭരിച്ചാലുള്ള കുഴപ്പം എന്താ? അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഗൗതം ഒരുപാട് വലിയ ഹിഡൻ അജണ്ടകളുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവരുടെ സങ്കടം എന്ന് വെച്ചാൽ അവർക്കിത് പറയാൻ കുറെ കൂടി വലിയ പേരുള്ള നേതാക്കന്മാരെ കിട്ടിയിട്ടില്ലെന്നാണ്. ഈ വെസ്റ്റേൺ ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ളത് കിട്ടിയിട്ടുള്ളൂ. ഈ വെസ്റ്റേൺ ഗ്രൂപ്പ് തന്നെയാണ് മറ്റേ പ്രശ്നം ഉണ്ടാക്കിയത്. അതായത് സൂംബ
വലിയ പ്രശ്നമായിരിക്കും. പിന്നെ നമ്മുടെ ചാനലുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തർക്കിക്കാൻ ആളെ വേണം എന്നുള്ളതുകൊണ്ട് ഇതുപോലെ ചുക്കും ചിണ്ടാൻ പറയാത്ത കുറെ ആളുകൾ വിളിച്ചിരുത്തി ഒക്കെ ചർച്ച നടത്തുമ്പോഴത്തേക്ക് അവരും എന്ത് ചെയ്യും, ഇതിനെ അറിഞ്ഞോ അറിയാതെ ആക്കം കൂട്ടും. ഇപ്പൊ കോഴിക്കോട് ഇടിയങ്ങര ഷൈഖ് മസ്ജിദ് അതുപോലുള്ള സ്ഥലങ്ങളില് എത്രയോ തലമുറകളായിട്ട് വിളക്ക് തെളിയിക്കുന്ന പാരമ്പര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്റെ ഗൗതം അതൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. എന്തോരം സ്ഥലങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നു. ഇനി വേറെ കാര്യം പറയാം, ചില മഹൽ കമ്മിറ്റികളും ചില ആളുകളും തന്നെ ക്ഷേത്രങ്ങളിൽ വിളക്ക് വഴിപാടായി നേർന്നുകൊണ്ട് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. അതൊന്നും ഇനി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യമില്ലെന്ന് അറിയാമോ? ഇവർക്ക് വേണ്ടത് അതൊന്നുമല്ല. ഇതൊന്നും പ്രൊജക്റ്റ് ചെയ്യപ്പെടില്ല. പകരം പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിവാദം പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ചെറുതായിട്ട്, അതായത് ഒരു 10 പേര് ഹിന്ദുക്കൾ കേൾക്കുമ്പോൾ ഒരാൾക്കെങ്കിലും തോന്നും, അല്ലെങ്കിൽ 100 പേര് കേൾക്കുമ്പോൾ ഒരാൾക്കെങ്കിലും തോന്നും, പക്ഷേ നമ്മൾ ഒരു വിളക്ക് കത്തിക്കുന്നതിന് എന്തിനാണ് ഇവർക്ക് ഇത്ര ഇത് അസഹിഷ്ണുത എന്ന് തോന്നും. ഇപ്പൊ ഈ സംസ്ഥാന നേതാവായിട്ടുള്ള അബ്ദുൾ ഹമീദ് ഫൈസിയെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രതികരണമാണ്, നേതൃത്വത്തിലുള്ളവർ മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുകയാണ്, അവരെ തിരുത്തേണ്ടവർ മൗനം പാലിക്കുകയാണ്. അതെ, അതാരെ കുറിച്ച്? മതത്തിന്റെ അതിർവരമ്പ് അതാരെ കുറിച്ചാണെന്നറിയോ? അത് പാണക്കാട് തങ്ങൾമാരെ കുറിച്ച്. ഈ വിമർശനമൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇതൊന്നും അത്ഭുതമില്ല. പാണക്കാട് തങ്ങൾമാരെ പോലെയുള്ള ആളുകൾ ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ഇപ്പൊ ബൈത്തു സക്കാത്ത് പോലെയുള്ള പരിപാടികളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കെടുക്കരുത്, അതുപോലും ഈ പറഞ്ഞ പോലെ ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ഇവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നൊക്കെ നമ്മുടെ സതീശനടക്കമുള്ള ആളുകൾ നിലപാടുകൾ എടുത്ത്. ഞാൻ പറഞ്ഞത് മതരാഷ്ട്രവാദത്തിന്റെ ഒരു ചെറിയ അതൊക്കെ തന്നെ ഇത് അതിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ്, ഒരു സംശയവും വിചാരിക്കേണ്ട. പിന്നെ ഇതൊന്നും വെറുതെ നിഷ്കളങ്കമായി ഉണ്ടാകുന്നതല്ല. സത്യത്തിൽ ഈ ഞാൻ തുറന്നിപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ തോന്നുന്നു ഞെട്ടരുത്, ഈ റെസ്റ്റോറൻറ്റിൽ പോകുന്നു ചിലപ്പോൾ വിളക്ക് കത്തിക്കുന്നു എന്നുള്ളത് പോലും എൻ്റെ സംശയം ഒരു മുൻകൂട്ടിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മുൻകൂട്ടി അറിഞ്ഞ് ഇവരാരും മിണ്ടൂല. എന്താണെന്നറിയാമോ? കത്തിച്ചിട്ട് വേണം ബാക്കി കത്തിക്കാൻ. മനസ്സിലായ? അതാണ് ഇതിന്റെ പ്രശ്നം. അല്ലാതെ ഒക്കെ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഫാത്തിമ തഹ്ലിയോട് ഇങ്ങനെ വിളക്ക് കത്തിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ തഹ്ലി കത്തിക്കൂല എന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കണം. ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, വലിയ തോതിൽ വാർത്തയാകണം എന്ന് നമ്മൾ വിചാരിക്കുകയും മാധ്യമങ്ങൾക്കും അതൊരു ഹരമുള്ള വാർത്തയായി മാറുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ഈ വിഭജനം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ ലക്ഷ്യം എന്താ വെച്ചാൽ പൊതുപരിപാടികളിൽ നിന്ന് വിളക്കിനെ മാറ്റി വിളക്കിനെ പൊതുപരിപാടികൾ, വിളക്കെന്ന് പറയുന്നത് സെക്കുലർ അല്ല, പൊതുപരിപാടികളിൽ നിന്ന് വിളക്കിനെ മാറ്റി നിർത്തൂല. അത് ഗവൺമെന്റിന്റെ തെറ്റായ തോന്നലാണ്. ഞാൻ പറഞ്ഞുതരാം, അതല്ല സംഭവിക്കാൻ പോണത് പൊതുപരിപാടികളിൽ നിന്ന് വിളക്ക് നിർബന്ധമായിട്ട് പോക്കും, എന്നിട്ട് അത് കത്തിക്കൂല എന്നുള്ള വിവാദം നടക്കും. ഗൗതം ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇപ്പൊ നമ്മളൊരു ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അയോധ്യ പണിതതോടുകൂടി അവിടെ പ്രശ്നം നിന്ന് BJPയുടെ അടിതെറ്റിയത് അവിടെയാണ്. പണിതിട്ടില്ലെങ്കിൽ ആ പ്രശ്നം എപ്പോഴും നിലനിൽക്കും. മനസ്സിലായ? ഇപ്പൊ ബാബറി മസ്ജിദ് പൊളിച്ചു, അപ്പൊ നമുക്ക് ഒരെണ്ണം കൽക്കട്ടയിൽ പണിയാം അല്ലെങ്കിൽ ബംഗാളിൽ പണിയാന്ന് പറയുമ്പോൾ ആ പ്രശ്നം നിലനിൽക്കാണ്. ആ സമയം പണിത പ്രശ്നം തീർന്നു. ഒരു 5 എണ്ണം രാവിലെ പണിതിട്ട് എന്ത് ചെയ്യൂ, ഓക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതുകൊണ്ട് ഗൗതം ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ വിളക്കിൽ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്ക് അവിടെ ഉണ്ടാവുകയും ഇത് ഇടക്കിടക്ക് പ്രശ്നങ്ങളായി മാറുകയും ചെയ്യും. ആ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 സീറ്റ് എന്നുള്ളത് ഏതാണ്ട് ഒരു 30 സീറ്റിലേക്ക് BJP എത്തും. അപ്പൊ എത്തിക്കുമ്പോൾ എന്താണ്, ഇവർക്കും എന്ത് ചെയ്യും, മുസ്ലിം ലീഗിനെ പോലെ കുറച്ചുകൂടി മിതമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ കൂടി വരാം. ഇപ്പൊ വിസ്ഡം ഗ്രൂപ്പിലൊന്നും സത്യം പറഞ്ഞാൽ ആളില്ല. ഇപ്പം 2 കമ്പ്യൂട്ടറും മറ്റേ 3 ചർച്ചക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ വിളക്ക് ഫയർ എന്ന് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ തൊട്ടാലും പൊള്ളും, താങ്കൾ തൊട്ടാലും പൊള്ളും, താങ്കളെ കത്തിച്ചാലും അതിൽ ഇല്ലാതാവും, എന്നെ കത്തിച്ചാലും ഇല്ലാതാവും, ഈ ഹമീദ് ഫൈസിയെ കത്തിച്ചാലും ഇല്ലാതാവും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഒരു സാധനത്തെ മതപരമായിട്ട് വൽക്കരിക്കുക എന്ന് പറയുന്നത് എന്തൊരു മോശമാണ്. അല്ല, അത് നമ്മുടെ നാട്ടില് ഈ പറയുന്ന ഇന്ത്യയിലൊക്കെ തന്നെ ഇപ്പൊ ഏറ്റവും നന്നായി ഇലക്ഷനിൽ വോട്ട് കിട്ടാനും ആളെ ചേർക്കാനും പറ്റുന്ന, പെട്ടെന്ന് വളരാനും പറ്റുന്ന പരിപാടി ഇതാണ്. അതിലെന്താ സംശയമുള്ളത്? അതുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും നടക്കും. ഇനിയും ഈ ചില ആളുകൾ ചോദിക്കില്ലേ, ഒരു പടമല്ലേ അല്ലെങ്കിൽ ഇതല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നിഷ്കളങ്കമായിട്ടല്ല, ഒരു വിളക്കല്ലേ കത്തിച്ചൂടെ എന്ന് വേണമെങ്കിൽ വിചാരിച്ചാൽ മതി. പക്ഷെ അങ്ങനെ വിചാരിക്കാത്തത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് നമ്മളെക്കാൾ ബുദ്ധിയുള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ മണ്ടന്മാരായതുകൊണ്ട് അത് കത്തിച്ചാൽ പോരെ, എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് സാധാരണക്കാരൻ ചോദിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്കറിയാം ഇത് കത്തിച്ചില്ലെങ്കിലാണ് അവരുടെ പാർട്ടി കത്തുവാന്ന്. മനസ്സിലായി? അപ്പൊ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ആളുകൾ എത്തുകയാണ് സാർ. ആളുകളെത്തും, അനുകൂലിച്ചുകൊണ്ട് ആളുകളെത്തും, പ്രതികൂലിച്ചു വെക്കുന്ന ആളുകളുടെ രണ്ടുപേര് കൂടും. ഇതിപ്പോ നിങ്ങൾ നോക്കിക്കോളൂ, ആത്യന്തികമായിട്ടുള്ള ഗുണം BJPക്ക്, ആത്യന്തികമായിട്ടുള്ള ഗുണം 2 പേർക്കും ഉണ്ട്.
ഒന്ന് BJPക്കാണ്, ഒന്ന് ഇവർക്കുമാണ്. ഇതിനിടയിൽ തകരാൻ പോകുന്നത് നേരത്തെ അതുപോലെ CPM-ഉം കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് വലിയ അടി കിട്ടും, ഒരു സംശയമില്ല. അല്ല സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഈ മുസ്ലിം ലീഗിൽ ഈ തീവ്ര ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവമാണ്, ഇത് വാസ്തവമാണ്. വാസ്തവം എന്ന് പറഞ്ഞാൽ വലിയ പ്രഷർ താഴെത്തട്ടിന്ന് പോലും ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ചന്ദ്രിക വായിക്കുന്ന എത്ര പേരുണ്ട്, എത്ര പേരാണ് മീഡിയ വൺ കാണുന്നവരുണ്ടാവുക? അപ്പൊ മീഡിയ വൺ കണ്ടാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള, ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ആളാണ് ദേ ആര് വന്നിരിക്കുന്നു, മറ്റേ ദാവീദ് സാഹിബ് വന്നിരിക്കുന്നു, ദേ റാവുത്തർ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇനി ഏറ്റവും വലിയ തമാശ എന്താ പറയുക, റാവുത്തരൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ജാതി പാൽ വെക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചോളൂ. ആര്? ഈ റാവുത്തർ എന്താണ്? എനിക്കറിയില്ല റാവുത്തർ എന്താണ്, പക്ഷെ ചർച്ച ചെയ്യാണ്. പക്ഷെ ഈ ചർച്ച വലിയ തോതിൽ ആളുകളിലേക്ക് ഒരു സ്വാധീനം ചെലുത്തും. ആ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകളാണ് ആർക്ക് വോട്ട് ചെയ്യേണ്ടത്? മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ജനൻ TV ചെലുത്തുന്നതിനെക്കാട്ടിലും വലിയ സ്വാധീനം മീഡിയ വൺ ചെലുത്തുന്നത്. വലിയ സ്വാധീനം, അത് സംശയമില്ല. അത് മറ്റു പല കാരണങ്ങളുണ്ട് അതിന്റെ പിന്നിൽ, അത്തരത്തിലുള്ള വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവർക്കപ്പോ വോട്ട് ശതമാനം ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയാന്ന് പറയുന്നത് അവരെടുക്കുന്നത്. ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ടും അവരെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവരൊരു ജാഥക്കോ പ്രകടനത്തിനോ അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കാനോ ഒന്നും ഒരു പറ്റില്ല. ഇപ്പൊ ജനൻ ടിവിയുടെ ചർച്ചയൊക്കെ പോലും അലറി വിളിക്കലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവും. മറ്റത് അങ്ങനെയല്ല. മറ്റേത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സാധുവായി നിന്നുകൊണ്ട്, നമ്മൾ എല്ലാ സഹിഷ്ണുതയുടെ ആൾരൂപമായി നിന്നുകൊണ്ട് പതുക്കെ മനസ്സിലായ മറ്റേ കൂടത്തായി ജോലിയൊക്കെ ചെയ്ത പോലെ നമ്മൾ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ നിന്നിട്ട് എന്ത് ചെയ്യുക, പണി ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇപ്പൊ ജോളിയായിട്ട് ഇവരെ കമ്പയർ ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കമ്പയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യുക, ഒരു സ്ലോ പോയിസണിങ് പതുക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പണി ഗംഭീരമായിട്ട് ചെയ്യുന്ന ആളുകളെ, അവരാൽ സ്വാധീനിക്കപ്പെടുന്ന അണികളെ വേണം മുസ്ലിം ലീഗ് തൃപ്തിപ്പെടുന്നത്, അവരുടെ വോട്ട് മേടിക്കാൻ. അതാണ് മുസ്ലിം ലീഗിന്റെ പ്രശ്നം.